ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ശ്യാമിനോട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, അത് നിങ്ങൾ ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. വിവാഹ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എനിക്കറിയാം നിങ്ങളെങ്ങനെയാണ് ഒരു വിവാഹത്തെ കാണുന്നതെന്നുള്ള കാര്യം. അത് നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരണ്ട. എൻ്റെ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾ നുഴഞ്ഞു കയറാൻ വേണ്ട. പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ വന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒന്നുമല്ല. അഞ്ജലി മേഡത്തിൻ്റെ വാക്ക് എനിക്ക് ധിക്കരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങളോടുള്ള പ്രേമം കൊണ്ടല്ല ഞാൻ ഈ വണ്ടിയിൽ വന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങി പോകുകയാണ് കേട്ടോ. ശ്യാമ ശ്രുതി ശ്രുതി എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ ശ്രുതി ഇറങ്ങി വേറെ ഓട്ടോ കയറി പോവുകയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് അമ്മായി അവിടെ ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞിരുന്നാണ്. എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ രണ്ടും ഒരുമിച്ച് പോകുന്ന ആരറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി അവിടേക്ക് വരുന്നത്. അപ്പോൾ പ്രമീള വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആരാ പ്രമീള എടുത്തി എന്ന് ചോദിച്ചിട്ട് അമ്മായി വരികയാണ്. അപ്പോൾ അമ്മായി വരുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. നിന്നെ ഇവിടെ ആർക്കും കാണണ്ടെന്ന് പറയാനേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളെ വേണം എന്ന് പറയുകയാണ്. നീ അപ്പോൾ പറയുന്നുണ്ട് അമ്മായി, നീ അങ്ങനെ കടപ്പാടോ നന്ദിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നീ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കണമായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ വേണ്ടത്? ഞാൻ എന്തുകൊണ്ടാണ് എടുത്ത് ചാടി അങ്ങനെ ഒരു വിവാഹം കഴിച്ചതെന്നല്ലേ, അതിനുള്ള മറുപടി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുകയാണ്. എന്താ, നീ ഉത്തരവ് കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാനല്ല, പക്ഷെ എൻ്റെ ഭർത്താവ് നിങ്ങളോട് കാര്യം പറയും എന്ന് പറയാണ്. ഭർത്താവോ? എന്നിട്ട് അഷിമോൻ എവിടെയും ചോദിക്കും. ഇപ്പം വരും എന്ന് ശ്രുതി പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആകാശ് പ്രീതിക്ക് വിളിക്കുകയാണ്. പ്രീതി അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് വിളിച്ചിങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തെടുക്കാന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ ഇവിടെ ഒരാൾക്ക് ഇഷ്ടമുള്ള ഉള്ളിത്തീയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉള്ളിത്തീയലോ? അവിടെ എനിക്കാണല്ലോ ഉള്ളിത്തീയൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അയാൾക്ക് തന്നെയാണെന്ന് പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ ശരി, എനിക്ക് എന്തായാലും ഞാൻ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നിട്ടേ നല്ലൊരു ഊണൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനോരമ വരികയാണ് കേട്ടോ. മനോരമ വന്നിട്ട് പ്രീതിന് ഒരുപാട് വഴക്ക് പറയുന്നത്, ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. അതെ, ഇവിടെ കുക്കിംഗ് ചെയ്യുമ്പോൾ ഫോണിങ് പാടില്ല, ഓൺലി കുക്കിംഗ് എന്ന് പറയാണ് കേട്ടോ. നിൻ്റെ വീട്ടുകാരാണോ അത് നിൻ്റെ ഹസ്ബൻഡാണോ വിളിച്ചത്? എന്തായാലും ആരായാലും ശരി, ഫോൺ ചെയ്തുകൊണ്ട് ഇവിടെ കുക്കിംഗ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ ഇങ്ങനെ വാങ്ങിച്ചിങ്ങനെ, ഹലോ, അതെ ഇവിടെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഒരാൾ ഫോൺ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആകാശനാണ് ദേഷ്യം വന്നിട്ട്, അമ്മരൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാനേ. ഈ സമയത്ത് പ്രീതിയോട് പറയണം, ഇനി മേലിലെങ്ങാനും നീ കുക്കിംഗ് ചെയ്യുമ്പോൾ ഫോണെങ്ങാനും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കുന്നൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോകൂട്ടോ. ഇതേ സമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കണം. ശ്രുതി എവിടെ പോയി രാവിലെ തന്നെ അങ്ങനെ ആലോചിച്ച് കേട്ടെ. ഈ സമയത്ത് എന്നിട്ട് രാമേട്ടനോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, രാമേട്ട ശ്രുതി എവിടെ പോയി? ശ്രുതി രാവിലെ തന്നെ പോയല്ലേ, എവിടേക്കാണ് പോയത്? അതറിയില്ല കുഞ്ഞെന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ മനോരമയും മുത്തശ്ശിയും അഞ്ജലിയും കൂടെ വരികയാണ്. അപ്പം ഇവർ 3 പേരും കൂടെ കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണേ. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് പറയും, എന്താ നീ എന്തിനാണ് ശ്രുതിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം മനസ്സിൽ അശ്വിൻ പറയും, വീട്ടിലേക്കോ? വീട്ടിലേക്ക് പോയോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണേ. നീ അപ്പോൾ ശ്രുതി പറഞ്ഞല്ലോ, നീ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയതെന്ന് പറയട്ടോ അഞ്ജലി. അപ്പോൾ അശ്വിന അത് എന്ന് പറയട്ടോ. അപ്പോൾ മനോരമ പറയും, നീ പറഞ്ഞിട്ടാണ് അവൾ വീട്ടിലേക്ക് പോയത്, നീയും ശ്രുതിയും തമ്മിൽ പെട്ടെന്ന് വിവാഹം കഴിച്ചതിൻ്റെ കാരണം വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നീ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അശ്വിൻ, അതാണല്ലേ കാര്യം എന്നിങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശി പറയാണ്, അതെ അവരുടെ വീട്ടുകാർക്ക് മാത്രമല്ല കാര്യങ്ങൾ അറിയേണ്ടത്, ഞങ്ങൾക്കും ആ ഒരു കാര്യം അറിയണം, അതിനുള്ള അവകാശം അധികാരവും ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല അവൾ മാത്രം പോയി പറഞ്ഞിട്ട് കാര്യമില്ല, ആ കാര്യം പറയാനായിട്ട് നീയും കൂടെ പോകണം, നീയും അവളും ചേർന്ന് വേണം അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് വൈകുന്നേരം തന്നെ ശ്രുതിയെ ഇങ്ങോട്ട് നീ കൂട്ടിക്കൊണ്ട് വരാൻ വേണമെന്ന് പറയട്ടോ. അപ്പോൾ ശരി മുത്തശ്ശി എന്ന് പറയും. അങ്ങനെ നമ്മുടെ മുത്തശ്ശി അഞ്ജലിയും പോകട്ടോ. മനോരമ ഇങ്ങനെ പോകാതെ ഒരു സംശയത്തോടു കൂടിയിട്ട് അശ്വിനെ ഇങ്ങനെ തിരിയാനും തുറിച്ച് നോക്കി നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോകും. ഇത് സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ വെസ്കിനി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അടുക്കളയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അതെ ഇപ്പം എന്തായാലും അശ്വിൻ സാറിന് അവരിട്ട് വർക്കണുണ്ടാവും, എന്തായാലും മുത്തശ്ശിയുടെയും അഞ്ജലി മേഡത്തിൻ്റെ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ അശ്വിൻ സാർ പതറിപ്പോകും, എന്തായാലും ഇവിടേക്ക് കാര്യങ്ങൾ പറയാനായിട്ട് വന്നേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കണം. അപ്പോൾ അമ്മയും കൂടെ അവിടേക്ക് വരേണ്ട. അതേ അമ്മായി ഇവിടെ ഇരുന്നേ, അതെ ഇപ്പോൾ അശ്വിൻ സാറ് വരും എന്ന് പറയാൻ കേട്ടോ. ഞാൻ 10
എണ്ണം ഈ പാത്രത്തിൽ കൊണ്ടുവന്ന് വെക്കട്ടെ 10 എണ്ണിനുള്ളിൽ ആളിവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ 10, 9, 7, 8 ഇങ്ങനെ പറഞ്ഞിട്ട് 1 എന്ന് പറയുമ്പോഴേക്കും കോണിമ്പെല്ലടിക്കട്ടോ അതാ വന്നു എന്ന് ശ്രുതി പറയട്ടോ. അപ്പോൾ അമ്മായി ചെന്നിട്ട് വാതിൽ തുറക്കും പ്രേമികളെ കേട്ടോ. അങ്ങനെ അശ്വിൻ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് പറയും ഹായ് അമ്മായി, അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നല്ല സന്തോഷത്തോടെ ഇട്ട്. ആ ശരി സുഖമാണ് മോനെ, എന്താ എന്നോട് പുറത്ത് നിർത്താൻ തന്നെയാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നത്? അത് പിന്നെ മോൻ ഇങ്ങോട്ട് വരുന്നു ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ആ ഒരു കല്യാണം നടന്നതിൻ്റെ കാരണം പറയാൻ മോൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് മോൻ വന്നതെന്നൊക്കെ പ്രേമികളെ രാധയും ചോദിക്കുന്നുണ്ടേ. അച്ഛൻ അതിന് മറുപടി പറയാതെ എനിക്കൊരു കാപ്പി വേണം അമ്മായി എന്ന് പറയട്ടോ. അയ്യോ അത് മറന്നു മോനെ, അമ്മ ഇപ്പോൾ കാപ്പി എടുക്കാന്ന് പറഞ്ഞിട്ട് പോട്ടോ. അപ്പോൾ വേണ്ട ശ്രുതി എടുത്തോളും. ശ്രുതി എൻ്റെ ഭാഗത്തിനൊരു കാപ്പി എടുത്തിട്ട് വന്നു. ശ്രുതി ഇങ്ങനെ നിൽക്കണ്ട ചെല്ലി ഒരു കാപ്പി എടുത്തിട്ട് വന്നാൽ ശ്രുതി എന്നോട് അധികാരത്തോടുകൂടി ഇങ്ങനെ പറയട്ടോ. ശ്രുതിനെ കാപ്പി എടുക്കാൻ പോകുമ്പോൾ മോനെ എന്താ ഞങ്ങളോട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ആൻറ്റി ഞാൻ ഇപ്പം വരാം, കിച്ചണിലേക്ക് ഒന്ന് ചെല്ലട്ടെ അവളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. ചായ തിളപ്പിച്ച് ശ്രുതി കൈ കൊടുത്തിട്ട് പറയും ഈ ചായ കുടിച്ചിട്ടേ വേഗം പോയിട്ട് പറയട്ടെ. എന്ത് പറയാനാണ് നീ പറയുന്നത്? നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഇപ്പം ഈ കാപ്പി കുടിച്ചതിന് ശേഷം ഞാനും നീയും കൂടെ നമ്മുടെ അല്ല എൻ്റെ വീട്ടിലേക്ക് പോകും എന്ന് പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി പറയും ഇല്ലില്ല ഞാൻ വരില്ല, നിങ്ങൾ ആ കാര്യം പറയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് വരില്ല. അതെ നീ ഈ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയും കൂടെ ഈ വീട്ടിൽ നിൽക്കും, അത് നന്നായിട്ട് ഓർത്തെന്ന് പറയും. ആകാശ് സാർ അങ്ങനെ എൻ്റെ ചേച്ചിനെ ഉപേക്ഷിക്കുന്നില്ല, ആകാശ് സാർ എൻ്റെ ചേച്ചിനെ പൊന്നു പോലെ നോക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും ഞാൻ ഇന്ന് ഈ കാപ്പി കുടിച്ചിട്ട് പോകും, അതിനുശേഷം ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ നീ വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ആകാശ് നിൻ്റെ ചേച്ചിനെ ഉപേക്ഷിക്കും. എൻ്റെ അനിയൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.